Assalamualaikum, welcome back to Cooking with Shahanas. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ചീസി ഗാർലിക് സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും അഡൽട്സിനും എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. അതിനു മുന്നായി എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി അര കപ്പ് പാലും 2 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ ഷുഗറും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ ഈസ്റ്റൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബും കുറച്ച് ഗാർലിക്കും അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ബട്ടറും മെൽട്ടാക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി അത് പിന്നെയും കുഴച്ച് 2 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. നിങ്ങൾക്ക് അളവ് എത്ര വേണോ അതനുസരിച്ച് എത്ര വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ 2 ഈ മാവിന് എടുത്തിട്ട് ഉള്ളത്. 2 ചീസ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ അടുത്തത് 1/4 കപ്പ് ബട്ടർ മെൽട്ടാക്കിയതും കുറച്ച് കൊറിയാണ്ടർ ലീഫും കുറച്ച് ഗാർലിക്കും കുറച്ച് ചില്ലി ഫ്ലേക്സും അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അത് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഈ മാവ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ഒരു തിക്നെസ് വേണം. അപ്പോൾ ഇത് ഞാനിവിടെ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്കെന്ത് മിക്സ് ചെയ്ത് വെച്ച ബട്ടറും കൊറിയാണ്ടർ ലീഫും ഗാർലിക്കും കൂടെ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തിച്ചതിന് ശേഷം ഒരു സൈഡ് മാത്രം ഇതുപോലെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു സൈഡാക്കി മൊസറല്ല ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കിയിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഓവനിൽ വെക്കുന്ന സമയത്ത് നമുക്കതങ്ങ് ഗ്യാപ്പായി വരും. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫുൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അടിയിലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെൻറ്ററിൽ മെല്ലെ തൂൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
എന്നിട്ട് ബാക്കിയുള്ള ഈ മിക്സ് പിന്നെയും മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഓവനിൽ വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായി വരുന്നവരെ താങ്ക് യു.